നമ്മുടെ സംസ്ഥാനത്ത് ഇന്നേവരെ പലതരത്തിലുള്ള സത്യപ്രതിജ്ഞകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ജയിലിൽ വെച്ച് ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട നാണക്കേട് യഥാർത്ഥത്തിൽ നമുക്കുണ്ടായിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടേ ഇല്ല. പക്ഷേ ഇന്നത് സംഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനപ്രതിനിധിയായ കൗൺസിലറായ സുഗതന്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കാൻ പോകുന്നത് വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. ഒരു ചരിത്ര സത്യപ്രതിജ്ഞ നടക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാപ്പ നിയമപ്രകാരം തടവിൽ കഴിയുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായ ആർ സുഗതൻ. ഇന്ന് ജയിലിൽ വെച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. ആദ്യം ചെയ്ത സത്യപ്രതിജ്ഞ ചട്ടലംഘനമായിരുന്നു, അഥവാ കൃത്യമായിട്ടല്ല സത്യപ്രതിജ്ഞ ചെയ്തത്. ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായിട്ടാണ്, ചട്ടവിരുദ്ധമായിട്ടാണെന്ന് ചെയ്തത്. വിയ്യൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടിന്റെ മുറിയിൽ രാവിലെ 11 മണിക്കാണ് സുഗതന്റെ സത്യപ്രതിജ്ഞ. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി ജയിലിനുള്ളിൽ വെച്ച് കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുമെന്ന BJPയുടെ ആശങ്കയാണ് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ തൽക്കാലം ഒഴിയുന്നത്. അർജുൻ മട്ടന്നൂർ ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. 11 മണിയോടുകൂടിയാണ് ആ സത്യപ്രതിജ്ഞ. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പല സംഭവവികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇന്നുവരെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി കാപ്പ കേസിൽപ്പെട്ട് ജയിലിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. ചരിത്ര നിമിഷമാണ് അല്ലേ? സുഗതൻ കാരണം അങ്ങനെയും ഒരു അവസരമുണ്ടായി. ഗുഡ് മോർണിംഗ് അർജുൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്നലെ കോടതി തന്നെ പറഞ്ഞത് അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ നടപടി വേണ്ടിവരും എന്നുള്ളത് തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചും ഒരു അസാധാരണമായ കാഴ്ചയാണ്, അസാധാരണമായ നടപടിയാണ് ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആർ സുഗതൻ എന്ന ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. 11 മണിക്കാണ് ഇപ്പോൾ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. സൂപ്രണ്ട് ഇതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു. അതായത് മേയർ വി രാജേഷ് ആയിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരും ഉണ്ടാകും. പരിമിതമായ തരത്തിൽ ആളുകളെ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 10:30യോടുകൂടി മേയർ അടക്കമുള്ളവർ അകത്തേക്ക് എത്തും. അതിനുശേഷം ജയിൽ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തും. 11 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. പരമാവധി 15 മിനിറ്റ് കൊണ്ട് ഈ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കണമെന്നതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഈ 4 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ 20 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. അതുപ്രകാരം 19 പേർ നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. പക്ഷേ കാപ്പ കേസിൽ ഇത്തരത്തിൽ തടവിൽ കഴിയുന്നതുകൊണ്ട് തന്നെ ആർ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിന് പിന്നാലെ അവർ കാപ്പ ബോർഡിനെ സമീപിച്ചു. പക്ഷേ കാപ്പ ബോർഡ് ആ നിർദ്ദേശം അല്ലെങ്കിൽ ആ ആവശ്യം തള്ളി. അതിന് പിന്നാലെ സംസ്ഥാന സർക്കാരും ആവശ്യം തള്ളി. അങ്ങനെയാണ് ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും ജനാധിപത്യ അവകാശങ്ങൾ ലംഘിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ട് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൂടാ എന്ന് കോടതി ചോദിച്ചത്. ഇതിന് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 11 മണിക്ക് ആർ സുഗതന് ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാം എന്ന ഒരു നിലപാടിലേക്ക് കോടതിയും എത്തിയത്. അതിനെ തുടർന്നാണ് ഇന്ന് ഇത്തരത്തിൽ കേരളത്തിൽ തന്നെ അപൂർവമായ ആദ്യമായി ഇത്തരത്തിലൊരു ജനപ്രതിനിധി ജയിലിനുള്ളിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. മാത്രവുമല്ല BJP സംബന്ധിച്ചും ഇത് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഒരംഗത്തിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്നത്. സ്വാഭാവികമായും ഈ സത്യപ്രതിജ്ഞ നീണ്ടാൽ, അയോഗ്യത വന്നാൽ സ്വാഭാവികമായും അത് വലിയ ഭരണ പ്രതിസന്ധി അടക്കം ഉണ്ടാകാൻ ഇടയാകും. പക്ഷേ അത്തരമൊരു സാഹചര്യം താൽക്കാലികമായെങ്കിലും ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ഇനിയും പൂർണ്ണമായും ആ പ്രതിസന്ധി മാറി എന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് 3 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാലും അയോഗ്യത വരും. പക്ഷേ അതിന് ഇനിയും സമയമുണ്ട്. ഈ മാസം അവസാനത്തിനുള്ളിൽ തന്നെ വീണ്ടും ഒരു കൗൺസിൽ യോഗം കൂടി വിളിച്ചു ചേർത്ത് അതിനു മുൻപ് തന്നെ ഏതെങ്കിലും തരത്തിൽ ഡിവിഷൻ ബെഞ്ചിനെയോ മറ്റോ സമീപിച്ച ഒരു ഇളവ് നേടി അത്തരത്തിൽ സുഗതനെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. എന്തായാലും UDF-ഉം LDF-ഉം പറയുന്നത് ഇത് ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ച് നാണം കെട്ട ഒരു സാഹചര്യമാണ് എന്നതാണ് അവരുടെ പ്രതികരണം. എന്തായാലും അപൂർവമായ ഒരു സാഹചര്യം, അപൂർവമായ ഒരു സത്യപ്രതിജ്ഞ ഇന്ന് നടക്കാൻ പോകുന്നു. അത് ജയിലിനുള്ളിൽ വെച്ച് ഒരു സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. ഒരു കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. നേരത്തെ ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെ നാമത്തിലും അതോടൊപ്പം തന്നെ രക്തസാക്ഷികളുടെ പേരിലുമൊക്കെ തന്നെയാണ് ഈ 20 പേരും സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്യണമെന്നതാണ് നിയമം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. 11 മണിക്കാണ് ഈ ചടങ്ങുകൾ നടക്കുക. ഓക്കെ, അർജുൻ മറ്റൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, ഈ ചങ്ങാതി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് സത്യം ഉണ്ടാവുക എന്ന് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. എന്താണല്ലേ,
ഈ സുഗതന്റെ സത്യപ്രതിജ്ഞയിൽ സത്യമുണ്ടാകുമോ എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിക്കാമായിരുന്നു എന്ന് മറ്റൊരു പ്രതിനിധി പറയുന്നു. ഇവിടെ സതീശനല്ലേ ഭരിക്കുന്നത്, BJPയുടെ കണ്ണിലുണ്ണി, ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാതെ സ്റ്റേറ്റ് എന്താ പറയുക? കോടതി പറഞ്ഞത് ജനാധിപത്യം ഒരാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്തതിലൂടെ അപകടത്തിലാകുമെങ്കിൽ അതിനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കണം. ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഒരുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ശരി, അങ്ങനെയാണെങ്കിൽ അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കാമെന്ന്